ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതായത് സെൽഫ് എടുക്കാനായിട്ടൊരു കംപ്ലയിൻറ്റിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെട്രോളിൻ്റെ ടാപ്പ്, അതായത് ഈ വന്ന ക്യാപ്പ് ഉണ്ടല്ലോ, ഫ്യൂൽ ഫിൽറ്റർ ക്യാപ്പിൻ്റെ അവിടെ വന്ന ഡോറ് ഇടയ്ക്ക് ഓട്ടത്തിൽ ഓണായി പോകും. അത് തുറന്നെടുക്കുന്ന ഒരു കണ്ടീഷൻ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. കാരണം വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ ബാറ്ററി നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം 12-12.5 വോൾട്ടോളം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറഞ്ഞ് വരുവാണ് താഴെ. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ ബാറ്ററി മാറ്റിയാലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലൈൻറ്റ് കാണിക്കണേ. അപ്പോൾ എന്തായാലും ബാറ്ററി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സെൻസറുകളും, ഫ്യൂൽ പമ്പ്, അതേപോലെ തന്നെ ഇഞ്ചക്ടർ, ഇതെല്ലാം കറക്റ്റ് ആ വോൾട്ട് മാച്ചിങ് ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോൾ നമ്മളതിൻ്റെ OBD കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 ഫാൾട്ട് കോഡ് എടുക്കുന്നുണ്ട്. ഒന്ന് അതിനകത്ത് പർച്ച് വാൽവ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഡാമേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐഡ്ലിംഗ് എയർ കൺട്രോൾ സർക്യൂട്ട്, ഇത് രണ്ടും പ്രോബ്ലം ഉള്ള കേസല്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ അതിപ്പോൾ റേസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേക്കാം. ബാറ്ററി നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിലവിൽ ഈ പർച്ച് വാൽവ് എന്ന് പറഞ്ഞ ഐറ്റം നമുക്കിപ്പോൾ ഓൾറെഡി അവൈലബിൾ അല്ല. പക്ഷെ അതുകൊണ്ട് വണ്ടി ഓടണേന കാര്യങ്ങൾ പ്രോബ്ലം ഒന്നും കാണിക്കില്ല. ആ എൻജിൻ ചെക്കിൻ്റെ സിമ്പലൊന്നും തെളിഞ്ഞു വരുന്നില്ല. എൻജിൻ ചെക്കിൻ്റെ ആ ഓറഞ്ച് കളറിലുള്ള ലൈറ്റും തെളിയും. അപ്പോൾ അതെന്തെങ്കിലും കിട്ടണതിനനുസരിച്ച് അതഴിച്ച് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അത് ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വരാം അതിൻ്റെ ലൊക്കേഷൻ വന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും. തൽക്കാലം ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഫ്യൂൽ ഫില്ലറിൻ്റെ അവിടുത്തെ ആ ഡോർ ഓപ്പൺ ആയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ വേറൊരു പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. കറക്റ്റായിട്ട് എനിക്കൊന്നും ലോക്ക് ആവാണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇടയ്ക്ക് ഓട്ടത്തിൽ ഓണായി പോയി തുറന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ. അപ്പോൾ അത് മിക്കവാറും അതിൻ്റെ ആയിരിക്കുള്ളൂ. ലോക്കൊക്കെ വർക്കിംഗ് പെർഫെക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ കേബിളായാലും അങ്ങനെ കാര്യമായിട്ട് വലിഞ്ഞങ്ങനായിട്ടൊന്നും കാണുന്നില്ല. നല്ലൊരു തൽക്കാലം അങ്ങനെ ചെയ്യാം. കറക്റ്റ് ലോക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കി കറക്റ്റ് പ്രഷർ കൊടുത്തിട്ട് ലോക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഈ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ലിവറിൻ്റെ ഇവിടെയൊക്കെ ലൂസായി കിടക്കുന്നത് ഇളകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ബാറ്ററി എന്തെങ്കിലും മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ബാക്കിയത്തെ ഈ കാണിച്ചേക്കണ ഫാൾട്ട് കോഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടേക്കാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതികളൊന്ന് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കുറച്ച് കംപ്ലീറ്റ് ആവണുള്ളൂ. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാം.